ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു കുട്ടി നൈറ്റ് വാക്കിനായിട്ട് ഇറങ്ങിയതാണ്. 2-3 ദിവസമായിട്ട് ഐറൂസ് ഭയങ്കര വാശിയായിരുന്നു. അവൾക്ക് റൂമിൽ തന്നെ ഇരുന്നിട്ട് വെറുപ്പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് എന്തായാലും മിക്ക വന്നതിന് ശേഷം നമ്മൾ വെറുതെ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങി. അങ്ങനെ കുറച്ച് സമയത്തെ നടക്കലിന് ശേഷം നമ്മൾ കാബൂസ് മസ്ജിദിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഒമാനിലെ ദോഫർ എന്ന സ്ഥലത്തിലെ ഏറ്റവും വലിയ മസ്ജിദാണ്. ആൻഡ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സിറ്റി സെൻറ്റർ ഏരിയയിലാണ്. കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കിടന്നിട്ടുണ്ടായിരുന്നു. സമയം ഒരു 1.5 മണിക്ക് കഴിഞ്ഞുകൊണ്ട് തന്നെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. മുസ്ലിംസിനും അല്ലാത്തവർക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാനാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് കേട്ടോ. സത്യമാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഐറൂസ് വയ്ക്കും ഭയങ്കര കളിയിലായിരുന്നു. അങ്ങനെ കുറച്ച് ടൈം അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഐസ്ക്രീം വാങ്ങാനായിട്ട് പോയതായിരുന്നു. ഇവിടുന്ന് കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. ആദ്യം നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ചു വേണ്ട, ഐസ്ക്രീമും കഴിച്ചിട്ട് ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നല്ല ഇരിക്കാനായിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐസ്ക്രീം വന്നിട്ട് വാനിലയും സ്ട്രോബെറി മിക്സ് ആയിട്ടുള്ള കോൺ ഐസ്ക്രീമും അതുപോലെ തന്നെ ചോക്ലേറ്റിലെ നട്ട്സ് ഫിൽ ചെയ്തതുമായിരുന്നു. ഐറൂസ് അങ്ങനെ ആസ്വദിച്ചിരുന്ന കോൺ ഐസ്ക്രീം കഴിക്കുകയാണ്. അപ്പോൾ രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഐസ്ക്രീംസ്. ഫോൺ അങ്ങനെ അവിടെ ചാരി വെച്ചിട്ട് ഞാൻ ഈ ഒരു ടൈം ലാബ്സ് എടുക്കാൻ തുടങ്ങിയിട്ട് 3 പ്രാവശ്യമായി. കാരണം ഫോണിൽ സ്റ്റോറേജ് ഫില്ലായിട്ട് കട്ടാകുമായിരുന്നു ക്യാമറ. ഇവിടെ വന്നിട്ട് കുറച്ച് ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്തിരുന്നപ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. രാത്രി അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ റൂമിലോട്ട് തിരിച്ചു.